Hi everyone, welcome to lesson 4.06 in Indian financial system. In this lesson, we will try to understand what are the requirements for setting up a merchant bank. ഇതിലെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് കാണുക. മെർച്ചന്റ് ബാങ്കിങ്ങിന് നിങ്ങൾക്കൊരു മെർച്ചന്റ് ബാങ്കിങ് സ്ഥാപനം ആരംഭിക്കുന്നതിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്? റിക്വയർമെന്റ്സ് ഫോർ ആപ്ലിക്കേഷൻ ടു സെറ്റപ്പ് എ മെർച്ചന്റ് ബാങ്ക്, അതാണ് ഈ ക്ലാസ്സിലെ അല്ലെങ്കിൽ ഈ ലെസന്റെ ഡിസ്കഷൻ ടോപ്പിക്. ലെറ്റ്സ് ഗോ. അപ്പോൾ മെർച്ചന്റ് ബാങ്ക് ഫോർമേഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ. മെർച്ചന്റ് ബാങ്കിങ്ങിന് ഇന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് എന്നുള്ളത് സെബി നിർബന്ധിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി മെർച്ചന്റ് ബാങ്ക് ക്യാൻ ബി സെറ്റപ്പ് ഇൻ എ വെരി ഡൈവേഴ്സ് വേ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് അല്ലേ. അതിൽ നമ്മൾ ഇൻഡിവിജ്വൽസ് മുതൽ പ്രൊപ്രൈറ്റർഷിപ്സ് മുതൽ കമ്പനീസ് വരെ, പിന്നെ അതുകൂടാതെ സബ്സിഡിയറീസ് ഉണ്ട്, പിന്നെ ബാങ്ക്സിന്റെ സബ്സിഡിയറീസ് ഉണ്ട്. ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കൊരു മെർച്ചന്റ് ബാങ്കിങ് സ്ഥാപനം നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഇറ്റ് ക്യാൻ ബി പാർട്ട്ണർഷിപ്പ്, ഇറ്റ് ക്യാൻ ബി HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഇറ്റ് ക്യാൻ ബി കോർപ്പറേറ്റ് കമ്പനീസ്, ഇറ്റ് ക്യാൻ ഈവൻ ബി കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്. പക്ഷെ പൊതുവേ കണ്ടുവരുന്നത് merchant banks are organized as registered companies or subsidiaries of public and private sector banks. രണ്ടാമത്തേത്, having found out how you can set up an organization to lead to a merchant banking business. Second, we'll move to the actual running of the business. Adoption of a viable business plan. എന്ത് ബിസിനസ്സിനായാലും നമ്മൾക്ക് ഒരു വയബിൾ ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനൊരു ബിസിനസ്സിനെ നമ്മൾ അത് വയബിൾ ആണോ എന്ന് മുന്നേ സ്റ്റഡി ചെയ്തിരിക്കണം. സോ യുവർ മെർച്ചന്റ് ബാങ്കിങ് ഈസ് നോ എക്സെപ്ഷൻ. നമ്മൾ ചിന്തിക്കും മെർച്ചന്റ് ബാങ്ക്സ് ബാക്കി ബിസിനസ്സുകൾ വയബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരും അഡ്വൈസ് നൽകുന്നവരുമാണ് അല്ലേ. നമ്മൾ പഠിച്ചു റിസ്ക് മാനേജ്മെന്റ്, അതിൽ അഡ്വൈസ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെർച്ചന്റ് ബാങ്ക്സ് ചെയ്യുമ്പോൾ ഒരു മെർച്ചന്റ് ബാങ്കിങ് എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ സ്ഥാപിക്കുമ്പോൾ ആക്ച്വലി യു ഷുഡ് ബി ഏബിൾ ടു അഡോപ്റ്റ് എ വെരി വയബിൾ ബിസിനസ് പ്ലാൻ, ഒരു സ്യൂട്ടബിൾ ബിസിനസ് പ്ലാൻ, ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം അതിന്. ലൈക്ക് എനി അതർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, a merchant banking firm also, a merchant banking establishment, setting up of a merchant banking establishment also needs to be evaluated, critically evaluated for financial viability. അപ്പൊ അതിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കണം. എന്ത് അളവ് വരെ ക്യാപിറ്റൽ വേണ്ടി വരും, എന്ത് മൂലധനം വേണ്ടി വരും. ഒരു ബിസിനസ് ആരംഭിക്കാൻ നമുക്ക് മൂലധനം വേണം. അതിപ്പോൾ ഒരു ജ്യൂസ് സ്റ്റോൾ ആയാലും ഒരു അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി ആയാലും നിങ്ങൾക്ക് ക്യാപിറ്റൽ വേണം. അത് എന്ത് ക്യാപിറ്റൽ വേണം, വാട്ട് വുഡ് ബി ദ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി. നിങ്ങൾ ബിസിനസ് നടത്തുന്ന ഒരു ഹരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ദാനധർമ്മത്തിന് വേണ്ടിയോ ആണല്ലോ. റൺ എ ബിസിനസ് ഫോർ പ്രോഫിറ്റ്സ്. Profits are considered to be highly essential. അതാണ് നിങ്ങളുടെ റിട്ടേൺസ്. സോ വാട്ട് വുഡ് ബി the degree of profitability that you can expect, that you can anticipate? That is competition. In any business you will have competition. In merchant banking also you have competition. Like doctors have competition, chartered accountants have competition, lawyers have competition. Merchant bankers also will have competition between them. Then competition പഠിക്കുമ്പോഴാണ് current market size. Is the current market size big enough to accommodate a new player? നിങ്ങൾ ഒരു പുതിയ ആളായിട്ട് വരുമ്പോൾ is the current market size adequate to support you? പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, ഏതെല്ലാം മേഖലകളിലാണ് ഓപ്പർച്യൂണിറ്റീസ്? മെർച്ചന്റ് ബാങ്ക്സ് നമ്മൾ കണ്ടു 10-15-16 പണികൾ ചെയ്യുന്നുണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദെൻ യു ഓൾസോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവയൺമെന്റ്. മെർച്ചന്റ് ബാങ്കിങ്ങിൽ ഇത് ക്രൂഷ്യലാണ്, നമ്മൾ മനസ്സിലാക്കി. ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ മെർച്ചന്റ് ബാങ്ക്സ് കം അണ്ടർ RBI's കൺട്രോൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് യു വിൽ ഹാവ് വേരിയസ് റൂൾസ്, റെഗുലേഷൻസ് ടു ബി ഫോളോഡ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. Point 3 is registration of merchant bankers. മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് ആണ് അടുത്ത ഇത്. ആദ്യത്തേത് നമ്മൾ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. രണ്ട്, ഒരു വയബിൾ ബിസിനസ് വയബിൾ ആയിട്ട് കൊണ്ടു നടക്കാമോ എന്ന് ചിന്തിച്ചു. അപ്പൊ ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞെങ്കിൽ, once you have decided upon what is your organization setup going to be like, second, you have understood whether you are going to have a very viable business model. Then the third stage is that you move on to registration of merchant banks. Merchant bankers ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. This registration is a process which goes through various stages. അപ്പോൾ ഇവിടെ നമ്മൾ 4 സ്റ്റേജസ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ആദ്യത്തേത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. യു നീഡ് ടു അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. Second is you need to ensure that your registration application conforms to all requirements. വ്യത്യസ്തങ്ങളായ requirements ഉണ്ട് registration. Registration is not something that you can take lightly. It will lead to unnecessary waste of time, money, effort unless your registration is properly done. If it doesn't conform to requirements, then it leads to a humongous amount of waste of time, effort, money. ഇതുപോലെ രാജ്യത്ത് നമ്മൾക്ക് registrations need to be taken very seriously.
because unless you comply to registration, a change in registration might be proved to be a difficult task. Third is furnishing of information clarifications. And once the first 3 steps are over, your application will be considered. They will decide whether they will evaluate your application. They will decide whether your application can be cleared or not. അപ്പോൾ ഇതാണ് 4 steps. First is application for registration. Second, your registration is to comply to all requirements. Third is furnishing of information clarifications, and the fourth is consideration of your application. So let's move to the first one, application for registration. Application നിങ്ങൾ നൽകേണ്ടത് ആർക്കാണ്? സെബിക്കാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി is an overriding authority with regard to all merchant banking activities. സെബിയാണ് ഇതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി. ബാങ്കിങ് എന്ന് കേട്ടാൽ നിങ്ങൾ ഉടനെ RBI എന്ന് ധരിക്കരുത്. RBI is a supreme authority. സെബിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം, സെബി will be the authority where you have to apply for registration. സെബിയുടെ അടുക്കൽ നമ്മൾ രജിസ്ട്രേഷൻ പോകുമ്പോൾ you have to apply for registration as a Category 1 merchant banker. Category 1 merchant banker എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is mostly concerned with issue management. അതായത് ഡെറ്റ് ഇഷ്യൂസ്, ഇക്വിറ്റി ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ റോൾസിലൊക്കെ കാര്യമായിട്ട് വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ഇഷ്യൂ മാനേജ്മെന്റ്. അപ്പൊ കാറ്റഗറി 1 മെർച്ചന്റ് ബാങ്കർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് സെബിക്ക്. കാറ്റഗറി 1 മെർച്ചന്റ് ബാങ്കർ എന്ന് പറയുന്നത് he carries on the business of issue management. അതിൽ prospectus preparation, other requirements to be filed, determining the financial structure, whether it is to be a mixture of debt, equity, and if so, in what ratio. He will also arrange financiers. He function as a person who will arrange finance. Then he will also be involved in allotment of shares, refund of subscriptions. Fundamentally, it is an issue manager's role. This is category 1 merchant banker. ബാക്കി കാറ്റഗറീസിലുള്ള merchant bankers, അതായത് മറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് മെർച്ചന്റ് ബാങ്കേഴ്സ് ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് എന്ന്. അതിനൊക്കെ സെപ്പറേറ്റ് ലൈസൻസസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻസ് സെബിയുടെ കയ്യിൽ നിന്നും ചെയ്യണം. അത്തരം സെപ്പറേറ്റ് രജിസ്ട്രേഷൻസ് വേണ്ട ആക്ടിവിറ്റീസ് ആണ് അണ്ടർ റൈറ്റിംഗ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, അഡ്വൈസറി കൺസൾട്ടൻസി സർവീസസ് റിലേറ്റഡ് ടു ദ ഇഷ്യൂ. ഈ കാര്യങ്ങൾക്ക് അഡ്വൈസറി കൺസൾട്ടൻസി സർവീസസ് ആർ ഡിഫറെന്റ് ഫ്രം കാറ്റഗറി 1 സർവീസസ്. കാറ്റഗറി 1 സർവീസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർലി ഇഷ്യൂ മാനേജ്മെന്റ്. അത് ചെയ്യേണ്ട ചില ജോലികളാണ്, അല്ലാതെ അഡ്വൈസ് കൊടുക്കലല്ല. സോ കാറ്റഗറി 1 വരുന്ന ജോലികളുണ്ട്. അതുകൂടാതെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് കൊടുത്ത് മറ്റ് ആക്ടിവിറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള രജിസ്ട്രേഷൻ വാങ്ങിക്കാവുന്ന. ബട്ട് ബൈ ആൻഡ് ലാർജ് കാറ്റഗറി 1 മെർച്ചന്റ് ബാങ്കേഴ്സ് ഹാവ് എ ലാർജർ വർക്ക് ടു ഡു. Next is, once you have made the application, once you have decided to apply, you should ensure that your application should conform to all requirements. This is something which is not to be overemphasized. Any application which does not conform to requirements, which is not complete in all respects, will be rejected. But since you are dealing with the government, and the government is more or less fair and patient in most cases, they will give you an opportunity to remove defects within the specified time. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിശ്ചിത സമയം അവർ അനുവദിക്കുന്നതായിരിക്കും. Then point 3 is submission of further information, clarification, personal representation. If in the application you believe that it is complete in all respects, any deficiencies you have removed also. But application avade cheyilunna samayathu they feel that some further information is required, and they can either call its principal officer, they can either call its managing director or its chief executive officer. They may call him, they may ask him for personal representation, or they may ask for further information from the applicant or its principal officer. And last stage is consideration of applications. So once you have made the application, your application is complete in all respects, and in point 3 they decide that they need some further information and they have called for clarifications which you have given. അടുത്തത് they will consider your application. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ പരിഗണിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 6 പോയിന്റ്സ്. ഒന്ന്, the applicant has to be a body corporate other than NBFC. So, which means essentially, if you are a non-banking finance company, you cannot apply. അതായത് നിങ്ങളൊരു body corporate ആണെങ്കിൽ you should not be a non-banking finance company, which means non-banking finance companies are not allowed to apply as merchant bankers. Subsidiary ആകാമായിരിക്കാം, but as it is, it should be a body corporate which is not an NBFC. Then if an applicant is a primary dealer or a satellite dealer, primary dealer, satellite dealer എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്സ് ആൻഡ് ഷെയർസിനെ വാങ്ങൽ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
പ്രൈമറി ഡീലേഴ്സ് ആണ്, സാറ്റലൈറ്റ് ഡീലേഴ്സ് ആണ്. സാറ്റലൈറ്റ് ഡീലേഴ്സ് സെക്കൻഡറി ഡീലേഴ്സ് ആണ്. പ്രൈമറി ഡീലേഴ്സിന് താഴെ വരുന്ന ഡീലേഴ്സ് ആണ് സാറ്റലൈറ്റ് ഡീലേഴ്സ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്റ്റോക്സിന്റെ ഷെയർസിന്റെ വാങ്ങൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബട്ട് ദേ ഷുഡ് നോട്ട് ഹോൾഡ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്. പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള ബിസിനസ് നടത്തുന്ന പ്രൈമറി ഡീലേഴ്സ്, സാറ്റലൈറ്റ് ഡീലേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യില്ല. They can be a primary dealer, they can be a satellite dealer, but they should not hold public deposits. Third, the applicant has relevant approved education qualifications in finance, law, business management. The applicant should be adequately qualified. അപ്പോൾ ഇവിടെയാണ് സപ്പോസ് യു ആർ BBA students or MBA students who are specialized in business management, നിങ്ങൾക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ട്. Merchant banking firms typically recruit such people, so there is scope for employment here. You may have a qualification in finance, so CA, CMA, CFA, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നു. You may have a qualification in law, corporate law, financial law. All these legal qualifications will help you land employment here. Then the applicant has necessary infrastructure. Any business will require you to have sufficient infrastructure. It may be in the form of buildings, it may be in the form of an office space, it may be in the form of office equipment. Are you adequately connected by way of bandwidth to other dealers, or do you have provisions for people to come in and meet you? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു സഫീഷ്യന്റ് ഓഫീസ് സ്പേസ് വിത്ത് റെലവെന്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഓഫീസ് ആകുമ്പോൾ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അതിന് വേണം അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അത് ആപ്ലിക്കന്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ ആപ്ലിക്കേഷൻ. Then the applicant should have sufficient manpower, at least two of whom should have experience in merchant banking. മെർച്ചന്റ് ബാങ്കിങ് രംഗത്ത് താല്പര്യം എന്നല്ല, മെർച്ചന്റ് ബാങ്കിങ് രംഗത്ത് പരിചയമുള്ള, എക്സ്പീരിയൻസ് ഉള്ള 2 വ്യക്തികൾ ഓഫീസിൽ ഉണ്ടായിരിക്കണം. അതായത് യുവർ ഓഫീസ് സ്റ്റാഫ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 persons who have experience in merchant banking. മെർച്ചന്റ് ബാങ്കിങ് രംഗത്ത് പരിചയമുള്ള, എക്സ്പീരിയൻസ് ഉള്ള 2 വ്യക്തികൾ നിങ്ങളുടെ സ്റ്റാഫായിട്ട് കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കൻ്റായ നിങ്ങളുടെ ഒപ്പം നേരത്തെ തന്നെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള മറ്റൊരാൾ ഉണ്ടാകരുത്. അപ്പോൾ ഒരാൾക്ക് ഒന്നിലധികം മെർച്ചന്റ് ബാങ്കിങ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് നടത്താമെന്ന് നമുക്ക് ചിന്തിക്കാൻ പാടില്ല. So any other person directly or indirectly connected with the applicant has not already been granted registration. നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത ഒരാളുടെ പരിചയം എന്നല്ല, ബന്ധങ്ങളോ അല്ലെങ്കിൽ അയാൾ നിങ്ങളൊരു പാർട്ട്ണർ ആയിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കുന്നതല്ല. അതുകൊണ്ടാണ് കൺസിഡറേഷൻ ഓഫ് ആപ്ലിക്കേഷനിൽ വരുന്ന ചില പോയിന്റ്സ്. നമ്മൾ ഇതെല്ലാം പരിഗണിക്കാതെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രോസസ്സ് ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. So any person who is directly, indirectly connected with the applicant should not have been already granted registration by the board. As we continue with consideration of application, applicant, partner, principal officers, directors, പ്രധാനപ്പെട്ട വ്യക്തികൾ, അതായത് ആപ്ലിക്കന്റോ ആപ്ലിക്കന്റിന്റെ സ്റ്റാഫോ ആപ്ലിക്കന്റിന്റെ പ്രിൻസിപ്പൽ ഓഫീസേഴ്സോ പ്രധാനപ്പെട്ട വ്യക്തികളോ ഡയറക്ടേഴ്സോ കമ്പനിയാണെങ്കിൽ they should not have been involved in any litigation, conviction of offense involving moral turpitude, economic offense, അതായത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കോ ഇമ്മോറൽ ആക്ടിവിറ്റീസിനോ, ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ദിസ് ഈസ് വൈ വി ഷുഡ് ലീഡ് എ മോറൽ ലൈഫ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച വരരുത്. അപ്പൊ ഇതുകൊണ്ടാണ് ഇക്കണോമിക് ഒഫൻസസ്, മോറൽ ഒഫൻസസ്, ഇവരുമായി ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേസിൽ അകപ്പെട്ടിരിക്കുന്ന, കുറ്റവാളിയായി നിങ്ങൾക്ക് വിധി കൽപ്പിക്കപ്പെടണമെന്ന് മാത്രമല്ല പറയുന്നത്, അങ്ങനത്തെ ഒരു കേസ് പോലും നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകരുത്. നോട്ട് ബി ഇൻവോൾവ്, കൺവിക്റ്റഡ് എന്നല്ല, you should not be involved in any litigation. You should not be convicted of any offense എന്നല്ല പറയുന്നത്, അല്ലേ? You should not be involved in any litigation or conviction of offense. എങ്ങനെ വേണമെങ്കിൽ അതൊക്കെ സെബിക്ക് തീരുമാനിക്കാവുന്ന ജഡ്ജ്മെന്റിലാണ്. You should not be involved in any litigation. ഒരു കേസിലും ഉൾപ്പെടാൻ പാടുള്ളതല്ല. ഒരു കുറ്റകൃത്യത്തിനും കുറ്റവാളി ആയിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ആളും ആയിരിക്കരുത്. പിന്നെ 7.8 is grant of certificate is in the interest of investor. വെരി ബ്രോഡ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? നിങ്ങൾക്ക് മെർച്ചന്റ് ബാങ്കറായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സെബി സർട്ടിഫിക്കറ്റ് തന്നാൽ അത് നിക്ഷേപകരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം. നിക്ഷേപകർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകണം. നിക്ഷേപകർക്ക് എപ്പോഴാണ് ഗുണം ഉണ്ടാകാതിരിക്കുക? നിക്ഷേപകർക്ക് ഗുണം ഉണ്ടാകാതിരിക്കുക മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. If you are a person who is convicted of any offense or who is involved in economic offenses, അങ്ങനെയുള്ള ഒരാൾക്ക് നിങ്ങൾ സെബിയുടെ മെർച്ചന്റ് ബാങ്ക് ലൈസൻസ് കൊടുത്താൽ പബ്ലിക്കിന് അത് ഗുണമാവോ ദോഷമാവോ? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഡെട്രിമെന്റൽ ടു പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതുജനത്തിന് ദ്രോഹമാകുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സെബി തരില്ല. ഇന്റർപ്രിട്ടേഷൻ ഓഫ് 0.8 വിൽ ബി ലെഫ്റ്റ് ടു സെബി. 0.9 is capital adequacy.
Category 1, നമ്മൾ നേരത്തെ പറഞ്ഞ Category 1 merchant banking registration ആണ്. അതിന് applicant should have a net worth of 5 crores, 5 കോടി രൂപയുടെ capital network ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് initial steps with regard to application for registration as a merchant banker. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. First is formation of organization, second is adoption of a viable business plan, third is registration. Registration, first one is registration തന്നെ 4 processes ഉണ്ട്. Application for registration, application should conform to all requirements, furnishing of information clarifications, and the largest point is consideration of your application. Most of these points are self-explanatory. It will be more of a test of your memory rather than a test of your intelligence to understand these things. So as we move on, we will go to our next chapter, which will be grant of certificate of registration, fees, etc. ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ്, and they have considered your application, consider ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു. Now once they have favorably considered your application, they will grant you your certificate of registration and you will need to pay the relevant fees. അപ്പോൾ ഈ പോയിന്റ്സ് നമുക്ക് lesson 4.07 പഠിക്കാം. Until then, goodbye.